അങ്ങേയറ്റം സ്വേച്ഛാധിപത്യപരമായി ഞങ്ങൾക്ക് അസൗകര്യമായ ഒന്നിനെയും ഞങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല. ഇതാണ് BJP സർക്കാരിൻ്റെ പ്രഖ്യാപനം. കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ രാജ്യത്തിന് അവർ പുതിയ സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. സർക്കാരിന് വിരുദ്ധമായി ചെയ്യുന്ന ഒന്നും, മോഡി സർക്കാരിനെ വിമർശിക്കുന്ന ഒന്നും അംഗീകരിക്കാനാവില്ല എന്ന് മാത്രമല്ല, അതിനെല്ലാം നിഷ്ഠൂരമായി കൈകാര്യം ചെയ്യപ്പെടും എന്നതിൻ്റെ സൂചനകളും പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാവുന്നതാണ്. സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ ഏതെങ്കിലും മാധ്യമം വിമർശിച്ചാൽ ആ വിമർശിക്കുന്ന മാധ്യമത്തെ പിന്നെ വച്ചു പൊറുപ്പിക്കില്ല. നിങ്ങൾക്കറിയും, ന്യൂസ് ക്ലിക്കിൻ്റെ അനുഭവം നിങ്ങൾക്കറിയാം. ഒരു വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്ക് സർക്കാരിനെതിരായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. സർക്കാരിന് അരുചികരമായ, എതിരായ എന്ന് പറയാനാവില്ല, അരുചികരമായ യാഥാർത്ഥ്യങ്ങൾ പ്രചരിപ്പിച്ചു. സർക്കാർ പോറ്റി പുലർത്തുന്ന ചില ശക്തികൾ കാണിക്കുന്ന അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരാൻ നോക്കി. സർക്കാരെടുത്ത നടപടികൾക്കെതിരായി അവർ വാർത്തകളുമായി രംഗത്ത് വന്നു. എങ്ങനെയാണ് ന്യൂസ് ക്ലിക്കിനെ കൈകാര്യം ചെയ്തത്? ആദ്യം പറഞ്ഞു അവർ നികുതി വെട്ടിച്ചിട്ടുണ്ട്. അവർ നികുതി വകുപ്പ് പരിശോധന നടത്തി, ഒരുപാട് പരിശോധനയൊക്കെ നടത്തി, കോടതിയിലെല്ലാം പോയിട്ടും ന്യൂസ് ക്ലിക്കിനെ ഒന്നും ചെയ്യാനായില്ല. കാരണം എന്താ? അവരോട് തെറ്റും ചെയ്തിട്ടില്ല. കോടതിയിൽ തെളിയിക്കാൻ പറ്റുന്ന ഒന്നും ആ പരിശോധനയിൽ കണ്ടെത്താനായില്ല. ഏറ്റവും അവസാനം എങ്ങനെയും അയാളെ ന്യൂസ് ക്ലിക്കിനെ കീഴടക്കണം എന്നുള്ളത് കൊണ്ട് അവസാനത്തെ ഒറ്റകൈ പ്രയോഗിച്ചതാണ്. പീക്കിങ്ങിൽ താമസിക്കുന്ന ഒരു അമേരിക്കൻ കോടീശ്വരൻ, അയാൾ ലോകത്തെ പല അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലും നടത്തിയിട്ടുള്ള നിക്ഷേപം പോലെ ന്യൂസ് ക്ലിക്കിലും നടത്തിയിട്ടുണ്ട്. ഒരു വാർത്ത മാധ്യമം പ്രസിദ്ധീകരിച്ചു. ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്തയുടെ പേരിലാണ് ന്യൂസ് ക്ലിക്കിൻ്റെ മേധാവിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ന്യൂസ് ക്ലിക്കിൻ്റെ അമിത് ചക്രവർത്തി, അതിൻ്റെ മേധാവി, ന്യൂസിൻ്റെ മേധാവി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ പ്രവീൺ ബുർക്കോസായ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബുർക്കായസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 40ഓളം വരുന്ന മാധ്യമ പ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്തു. 37 പേരെ ചോദ്യം ചെയ്തു. അവരുടെ ലാപ്ടോപ്പുകളും അവരുടെ മൊബൈലുകളും പിടിച്ചെടുത്തു. അവരോട് ചോദിച്ച ചോദ്യം എന്താ? ഈ നിക്ഷേപത്തെക്കുറിച്ചല്ല അവരോട് ചോദിച്ചത്, നിങ്ങൾ കർഷക സമരത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ കൊടുക്കാൻ എന്താ കാര്യം? സർക്കാരിനെതിരായി നടത്തിയ സമരങ്ങളുടെ വാർത്ത കൊടുത്തതാണ് പ്രശ്നം. ഈ നിലയിൽ വാർത്ത കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താ? ഇപ്പം ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കെതിരായി വാർത്ത കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനെ ന്യായമായി കണ്ടുപിടിച്ചതാണ് ഈ നിക്ഷേപം. അതും പ്രത്യേക തെളിവുകളില്ല. ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയുടെ പേരിലാണ് അറസ്റ്റ്. അധികാരവും വകുപ്പുകളും നിയമങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങളത് ചെയ്യും. ഇതാണ് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ്.